ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പല സംഭവങ്ങളുമാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് നടക്കുന്നത്. ഇന്നലെയായിരുന്നു മോഹൻലാലിന്റെയും മറ്റു അംഗങ്ങളുടെയും കൂട്ടരാജി. പലരുടെയും തനി നിറം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. യുവനടിയായ രേവതി സമ്പത്ത് നൽകിയ പരാതിയിൽ ഇപ്പോൾ സിദ്ദിഖിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിന്റെയും തുടക്കം അതിജീവിതയുടെ ആ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ എല്ലാം തകർന്നടിഞ്ഞപ്പോൾ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് നടി ഭാവന. തന്റെ ഒരു ചിത്രത്തിനൊപ്പം ഫ്ലാഷ് ബാക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇംഗ്ലീഷ് വാചകമാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്നോട് തെറ്റ് ചെയ്തവരൊക്കെ ഓരോരുത്തരായി വീഴുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭാവന. ഇതിനിടയിൽ ഭാവനയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വൈറലാവുകയാണ്. ആക്രമിക്കപ്പെട്ട നടിയും ദിലീപുമായിട്ടുള്ള പ്രശ്നം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് നടൻ സിദ്ദിഖ്. ദിലീപ് നടിയോട് നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് അമ്മയുടെ റിഹേഴ്സൽ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ദിലീപിന്റെ ഒപ്പം ഇരുന്ന് സിദ്ദിഖ് കേട്ടതാണ്. ഈ ഒരു കാര്യം ആക്രമിക്കപ്പെട്ട ആ ഒരു സമയത്ത് മൊഴി കൊടുക്കാൻ സിദ്ദിഖ് മൊഴിയും കൊടുത്തതാണ്. എന്നാൽ പിന്നീട് സിദ്ദിഖായിരുന്നു ആദ്യം മൊഴി മാറ്റി പറഞ്ഞത്. സിദ്ദിഖിന് പിന്നാലെ ബിന്ദു പണിക്കർ, ഭാമ എന്നിങ്ങനെ വരും മൊഴി മാറ്റി പറയുകയായിരുന്നു. ഇതെല്ലാം ചെയ്തതിനു ശേഷവും നടൻ സിദ്ദിഖ് അതിജീവിതയുടെ വിവാഹത്തിൽ ക്ഷണിക്കാതെ പങ്കെടുക്കുകയും തന്റെ കപടമുഖം മറയ്ക്കാൻ വേണ്ടി വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടാണ് സിദ്ദിഖ് മടങ്ങിയത്. എന്നാൽ തന്റെ അവസരം ആരൊക്കെയോ ചേർന്ന് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് സിദ്ദിഖ് എന്ന ഭാരവാഹിയോട് പലവട്ടം ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞിട്ട് പോലും അന്ന് മൈൻഡ് പോലും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു സിദ്ദിഖ്. പിന്നീടാണ് ഈ നാടകങ്ങളൊക്കെ കളിച്ചത്.